സാധാരണ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ഇക്വിറ്റി മേടിക്കുക. ഇക്വിറ്റി മേടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സമയം വേണം, വിവരം വേണം, അറിവ് വേണം, കഴിവിതെല്ലാം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇക്വിറ്റി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സും ഷെയറും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഷെയർ നമ്മൾ നേരിട്ട് മേടിക്കുന്നു, മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ വേറൊരാളെ കൊടുക്കുന്നു. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് എനിക്ക്. മ്യൂച്വൽ ഫണ്ട് കുറച്ചും കൂടെ സേഫാണ്. ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് സേഫ് അല്ല. സാധാരണ അസുഖം വരുമ്പോൾ തന്നെ ഡോക്ടർമാർ ECG എടുക്കാൻ പറയരുത്. അതുപോലെ അവസ്ഥയായിരിക്കും എപ്പോഴും. ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. അത് അറിഞ്ഞിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. സാധാരണ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ, എന്തോ വലിയ സംഭവം കിട്ടുമെന്ന് പറഞ്ഞാൽ SIP ആളുകൾ ജോയിൻ ചെയ്യുന്നത്. എല്ലാവരുടെയും വിചാരം കിട്ടും എന്നുള്ളത് മാത്രമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഡേറ്റ അനുസരിച്ച് ഒരു മാസം വരുന്ന മ്യൂച്വൽ ഫണ്ട് ടോട്ടൽ അസറ്റ്സ് 30,000 കോടിയാണ്. ഇന്ത്യയിലായിട്ട് 5.5 ലക്ഷം കോടി പേര് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കൂടുന്നുണ്ട്. ഒരു സൈഡിൽ കൂടുമ്പോൾ അതർ സൈഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ കൺട്രോളിങ്. അവരുടെ റിസർച്ച് അനുസരിച്ച് 3 വർഷത്തിൽ കൂടുതൽ ആരും SIP ചെയ്യുന്നേ ഇല്ല. 90% ആൾക്കാർ 3 കൊല്ലത്തോടെ നിർത്തും. നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ മറക്കുന്നൊരു കാര്യമാണ്. നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് പക്ഷേ അത് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് മാത്രം തകർന്നു പോയ കുറേ ജീവിതങ്ങളുണ്ട്. സോ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കുറച്ച് ഇൻസൈറ്റ് നമുക്ക് തരാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ MD ആയ ജോൺസി ജേക്കബ് സാറാണ്. സോ സാർ, സ്ട്രെയിറ്റ് ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കേൾക്കുന്നൊരു ടേമാണ് SIP. ഇതുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സേഫ് ആവും, നമ്മുടെ ജീവിതം അടിപൊളിയാവും, ശോഭനാവും, മനോഹരമാവും. അങ്ങനെ പലരും വന്ന് പല ഫേമസ് ആയിട്ടുള്ള പ്രമുഖർ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ SIP നമ്മുടെ ജീവിതത്തിൽ ഇത്രയ്ക്കും നല്ലൊരു കാര്യം ആണോ? SIP എന്ന് പറഞ്ഞാൽ നല്ല ഓപ്ഷനാണ്. ആക്ച്വലി SIP എന്ന് പറയുന്നൊരു സ്കീമൊന്നുമല്ല. അതാദ്യം മനസ്സിലാക്കിയിരിക്കുന്നത്. SIP എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അത് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഓപ്ഷനാണ്. സിസ്റ്റമാറ്റിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. റെഗുലറായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന SIP എന്ന് പറയുന്നത് ഒരു ഓപ്പോസിറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യലേ, അതേ മെത്തേഡാണ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. പോസ്റ്റ് ഓഫീസ് സ്കീമിൽ ഒരു ഓപ്ഷനാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. SIP എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഓപ്ഷനാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് സിമ്പിളാണ്. സാധാരണ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ഇക്വിറ്റി മേടിക്കുക. ഇക്വിറ്റി മേടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സമയം വേണം, വിവരം വേണം, അറിവ് വേണം, കഴിവിതെല്ലാം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇക്വിറ്റി മേടിക്കുന്നത് ഏറ്റവും നല്ലത്. ഇതില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സും ഷെയറും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഷെയർ നമ്മൾ നേരിട്ട് മേടിക്കുന്നു, മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ വേറൊരാളെ കൊടുക്കുന്നു. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് എനിക്ക്. മ്യൂച്വൽ ഫണ്ട് കുറച്ചും കൂടെ സേഫാണ്. തീർച്ചയായിട്ടും സേഫാണ്. നമ്മൾ സ്റ്റോക്ക് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്ക് മാത്രം മേടിക്കുന്നു. നമുക്കറിയില്ല കമ്പനിയുടെ അടുത്ത ദിവസം എങ്ങനെയാണ് വളർച്ചയെന്നുള്ളത്. ഇത് നമ്മളല്ല എടുക്കുന്നത്. നമ്മൾ വിവരമുള്ള ഒരാളുടെ പൈസ കൊടുക്കുകയാണ്. വിവരമുള്ള ഒരാളുടെ അല്ല, ഒരു കമ്പനിയിലേ. അവരത് റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളിവിടെ മേടിക്കും. ഒരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഒരു സ്കീം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതാണ്ട് 30-40 സ്റ്റോക്സിലാണ്. അതുകൊണ്ട് ആ റിസ്കിൻ്റെ എലമെന്റ് ഒത്തിരി കുറവായിരിക്കും. അപ്പം സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ റിസ്ക് ഫാക്ടർ ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് സേഫ് അല്ല. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പൊട്ടി പോവുക, അല്ലെങ്കിൽ നമ്മുടെ പണം പോവുക, അങ്ങനത്തെ ഇഷ്യൂകളൊന്നുമില്ല. നമ്മൾ ഈ സാധാരണ അസുഖം വരുമ്പോൾ തന്നെ ഡോക്ടർമാർ ECG എടുക്കാൻ പറയരുത്. അതുപോലെ അവസ്ഥയായിരിക്കും എപ്പോഴും. ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. അത് അറിഞ്ഞിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. സാധാരണ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ, എന്തോ വലിയ സംഭവം കിട്ടുമെന്ന് പറഞ്ഞാൽ SIP ആളുകൾ ജോയിൻ ചെയ്യുന്നത്. അതിപ്പോൾ നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും പരസ്യങ്ങളിലാണെങ്കിലും ഉണ്ടാക്കുന്നത് വളരെ ചുരുങ്ങിയ വലിയ ലെങ്ത് ആണ്. നല്ല ഒരു ടൈമിൽ, ആ ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വലിയൊരു തുകയാണ് കിട്ടാൻ പോകുന്നത്. ബാങ്കിനേക്കാളും വലിയൊരു ഓപ്ഷൻ നമുക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആക്ച്വലി പറഞ്ഞുതരാം. അതിന് സംഭവം സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഈ ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട മാത്രമല്ല, കോവിഡിന് ശേഷം ഈ മ്യൂച്വൽ ഫണ്ട്സ് റിട്ടേൺസ് ഉണ്ടല്ലോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ റിട്ടേൺ ഭയങ്കര കൂടുതലാണ്. 30, 40, 50%. അത് വെച്ചാണ് ഈ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ ഇപ്പോൾ വിശ്വസിക്കാന്നറിയോ, ഈ 30%, 40% ഗ്യാരണ്ടീഡായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 2019 ശേഷം ആരും അങ്ങനെ ഈ പൈസ താഴെ പോയി കണ്ടിട്ടില്ല. ഇത് അറിഞ്ഞിരിക്കുന്ന അശ്വിനും ഉൾപ്പെടെ അറിഞ്ഞിരിക്കുന്ന ചെറുപ്പമാണ് അറിഞ്ഞിരിക്കുന്ന കാര്യം. ഇത് ഇട്ട പൈസയിൽ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വേണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ. എല്ലാവരുടെ വിചാരം കിട്ടും എന്നുള്ളത് മാത്രമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഡേറ്റ അനുസരിച്ച് ഒരു മാസം വരുന്ന മ്യൂച്വൽ ഫണ്ട് ടോട്ടൽ അസറ്റ്സ് 30,000 കോടിയാണ്. ഇന്ത്യയിലായിട്ട് 5.5 ലക്ഷം കോടി പേര് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കൂടുന്നുണ്ട്. ഒരു സൈഡിൽ കൂടുമ്പോൾ അതർ സൈഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഈ റിട്ടേൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്താൽ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരും കൂടുതലാണ്. അത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ, ഇൻക്ലൂഡിങ് മീ,
നമ്മൾ ഇന്ത്യയിൽ ഏതാണ്ട് 2.5 ലക്ഷം പേരുണ്ട് ഏജന്റുമാര്. കേരളത്തിൽ ഏതാണ്ട് ഏകദേശം ഒരു ഇരിക്കുന്ന 1000 ഏജന്റുമാരുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഏജന്റിൽ പോയി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ആശയോട് സീരിയസ് ആയിട്ട് പറയാം. നമുക്കൊരു പനി വന്നാൽ ഡോളോ മേടിച്ച് കഴിക്കാം. അതെ അത് പോയില്ലെങ്കിലോ നമ്മൾ ഡോക്ടറെ കണ്ടേ പറ്റൂ. ഇതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് എന്ത് സംഭവിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം തോന്നുന്നതൊക്കെ ഓൺലൈൻ ആപ്പ് വഴി ചെയ്യുക. ചെയ്തിട്ട് പഠിക്കുക നിർത്തുക. ഇതൊന്നും ഒരിക്കലും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇന്ന് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് എൻ്റെ കൺട്രോളിങ് പാനൽ. അവരുടെ റിസർച്ച് അനുസരിച്ച് 3 വർഷത്തിൽ കൂടുതൽ ആരും SIP ചെയ്യുന്നേ ഇല്ല. 90% ആൾക്കാർ 3 കൊല്ലത്തോടെ നിർത്തും. പക്ഷേ നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ 10, 15 ആ വർഷത്തെ കണക്ക്. അതൊക്കെ എന്നാ വെച്ചാൽ കണക്കെന്ന് പറഞ്ഞാൽ ഒരു കണക്ക് പറയുന്നതാണ്. ആരാണ് അങ്ങനെ ചെയ്യുന്നത്? 10% ആളുകൾ ചെയ്യുന്നില്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ കമ്പനിയിൽ ഞാൻ 25 വർഷമായി ഫീൽഡിൽ. ഞങ്ങളുടെയൊക്കെ വരുന്ന ആളുകളോട് നമ്മൾ വ്യക്തമായിട്ട് 15 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി. അപ്പോഴേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമുക്ക് എപ്പോഴും ഒരു ഗോളും വിഷനൊക്കെ ഉണ്ടാക്കണം. പക്ഷേ മറിച്ച് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതിനകത്ത് ഒരു ഓപ്ഷനാണ് SIP. SIP എന്ന് പറയുന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ള പേരാണ്. പക്ഷെ ഇത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ SIP. ഇപ്പം അശ്വിനോട് വന്ന് ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് വേണമെന്ന് ചോദിക്കുക, അശ്വിൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. എനിക്ക് SIP വേണമെന്ന് വെച്ചാൽ എനിക്ക് SIP സാറ് വേണമെന്ന് പറയും. അത് മനസ്സിലായത്? ഇത് രണ്ടും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. ഒരു ബന്ധവും ഇല്ല. നമുക്കത്ര മനസ്സിലാക്കുന്നത് രണ്ടും. നമ്മളിപ്പോൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പല ഓപ്ഷനില്ലേ? ഗൂഗിൾ പേ, ഫോൺ പേ, നെറ്റ് ബാങ്കിങ്, RTGS, പല രീതികൾ. പല രീതിയിലുണ്ട്. അതിലൊരു രീതിയാണ് SIP, STP, SWP. പക്ഷെ മെയിൻ ഫ്രെയിമിൽ ഇതെന്താണ്? മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ആദ്യം മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതിന് റിസ്ക് ഇൻവോൾവ് ആണ്. നിങ്ങളുടെ പൈസ ഇട്ടേയും താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ലോങ് ടേം 12 to 15% റിട്ടേൺ കിട്ടുമെന്ന് ചിന്തിക്കുക. പക്ഷേ മ്യൂച്വൽ ഫണ്ട് പോലുള്ള പ്രൊഡക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ, അശ്വിനൊക്കെ ചെറുപ്പമാണ്, ഒരു 10, 15, 20 കൊല്ലം കഴിയുമ്പോൾ നല്ലൊരു അസറ്റും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, താങ്ക് യു.